ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നട്ടി ബബിൾ കേക്കും അത് കാത്തൂൻ്റെ സ്റ്റിക്കറൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഒരു അമ്മാവൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്, അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് കേക്കും ഉണ്ടാക്കണം കേട്ടോ. കാത്തു തീമിൻ്റെ കേക്ക് എനിക്ക് ഓർഡറുള്ളതാണ്. അത് നട്ടി ബബിളിൻ്റെ ഫ്ലേവറിൽ ചെയ്യാനാണ് കേട്ടോ ഉള്ളത്. പിന്നെ കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കണമെന്ന് കാണിച്ചിട്ടില്ല കേട്ടോ. മറ്റേ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കണം മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് 1 കിലോ കേക്കായിട്ട് എടുത്തിട്ടുള്ളത്. മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 4 മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ 2.5 കപ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. മൈദ എടുത്തിട്ടുണ്ട്. അതിലൊരു 5 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ ക്യാരമൽ ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. കേക്ക് നട്ടി ബബിൾ കേക്കിന് സ്പഞ്ച് ഞാൻ ആദ്യം തന്നെ റെഡിയാക്കിയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ബാറ്ററൊക്കെ റെഡിയാക്കിയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ഓവനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടി ചെയ്തെടുക്കാൻ വിചാരിച്ചിട്ട് ക്യാരറ്റ് കേക്ക് കൂടി പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടതും അതുപോലെ കുറച്ച് കാരക്ക ചെറുതാക്കി മുറിച്ചിട്ടിട്ടും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ഉണക്കമുന്തിരി ചേർത്തിട്ടുണ്ട്. ഫ്ലോറിൽ അതൊക്കെ കൂട്ടിയത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ മുട്ടയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുട്ടയിൽ പൊടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ കിടക്കും വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ താഴത്തേക്ക് കാരക്കൊക്കെ അങ്ങനെ താഴ്ന്നു പോകും വിചാരിച്ചിട്ടാണ് പൊടിയിൽ തന്നെ ക്യാരറ്റും പിന്നെ അതുപോലെ കാരക്ക മുറിച്ചതും ഉണക്കമുന്തിരി കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാറ്ററൊക്കെ റെഡിയാക്കി പാനിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 10 ഇഞ്ചിൻ്റെ സ്ക്വയർ പാനിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലായിടത്തും ഒരുപോലെ തന്നെ നാക്കിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് അണ്ടിപ്പരിപ്പ് നടുകെ പൊളിച്ചിട്ട് ഇതുപോലെ മുകളിലൊന്ന് വെച്ച് കൊടുക്കും കേട്ടോ ഡെക്കറേഷന് ചെയ്യാൻ വേണ്ടത്. അതുപോലെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കൂടി ഇട്ട് കൊടുത്തില്ല, ഒന്നും കൂടി കാണാൻ ഭംഗിയിട്ടാവട്ടെ. ഞാനത് മറന്നുപോയി, അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓവനിലൊന്ന് വെച്ച് കൊടുക്കട്ടെ കേട്ടോ. എനിക്കൊരു 25-30 മിനിറ്റ് കൊണ്ട് അത് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതോ ക്യാരറ്റ് കേക്ക് നന്നായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ കേക്ക്. അപ്പോൾ ഞാൻ മറ്റേ കേക്കൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. നട്ടി ബബിൾ കേക്ക് ബർത്ത്ഡേ കേക്കാണ് കേട്ടത്. അപ്പോൾ അതിന് മുകൾ ഭാഗം നല്ല ഡാർക്ക് കളർ ആയതുകൊണ്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് 4 ലെയറിൽ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. 1 കിലോൻ്റെ കേക്കാണ്. 4 ലെയറിൽ കട്ട് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. 4 ലെയറായിട്ട് നമുക്ക് പീസാക്കി ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് 4 ലെയറിൽ പീസ് എടുത്ത് നട്ട്സൊക്കെ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അതുപോലെ ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ക്യാമറിൻ്റെ ക്രീമാണ് കൂടുതൽ ഉപയോഗിക്കാറ്. കിട്ടാത്ത സാഹചര്യത്തിൽ മാത്രമേ വേറെയുള്ള ക്രീമുകൾ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ കേക്കൊക്കെ ഒന്ന് നനച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കൽ പാലും പഞ്ചസാരയും വെള്ളം കൂട്ടുന്നു നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും. എന്നിട്ട് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുത്തുനിന്ന് മിക്സാക്കി കൊടുക്കലാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ഷുഗർ സിറപ്പ് ഉണ്ടായ കേക്കിന് ഒന്നുകൂടി ഒരു ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഞാൻ കേക്കൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ ഓരോ ലെയറും. അപ്പോൾ ഓരോ ലെയറിലും ക്രീമും മിൽക്ക് മെയ്ഡും ബൂസ്റ്റും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള നട്ട്സ് കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അണ്ടിപ്പരിപ്പ് ബദാമും ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ചോക്കോ ചിപ്സിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തേക്കാണ് കേട്ടോ. ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തേക്കാണ് കേട്ടോ ഫില്ലിങ്ങിൽ. ചോക്ലേറ്റ് ഞാൻ ചിപ്സ് ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയത് തീർന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ നേരത്താണ് കേട്ടോ നോക്കിയത്. കേക്ക് സെറ്റാക്കാൻ നേരത്താണ് നോക്കിയത്. അപ്പോൾ നമ്മൾ ചിപ്സ് ഉണ്ടാക്കിയത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തേക്കാണ് കേട്ടോ. ചെയ്ത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഇട്ട് കൊടുത്തു. ഫില്ലിങ്ങിനും അതുപോലെ നല്ലോണം നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യണം.
നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റും ചെയ്യട്ടോ. കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കാത്തുത്തീമ കേക്ക് ഇഷ്ടപ്പെട്ടോ? ക്യാരറ്റ് കേക്ക് ഇഷ്ടപ്പെട്ടോ? ഒക്കെ ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ കേക്ക് ഫസ്റ്റ് കോട്ടൊക്കെ ചെയ്ത് ഞാൻ അരമണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ വെച്ച് പിന്നെ അതുപോലെ ഫൈനൽ കോട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫൈനൽ കോട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് ലെങ്താവും വിചാരിച്ചിട്ട് അത് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ കേക്കാണത് കാത്തൂൻ്റെ സ്റ്റിക്കറുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് എല്ലാ ഭാഗത്തും വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിന് മരത്തുമ്പോൾ തന്നെ ഞാൻ അപ്പോൾ കാത്തൂൻ്റെ ആ സ്റ്റിക്കറിലെല്ലാം മരത്തുമേ തന്നെ കുട്ടിൻ്റെ പേര് കൂടി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ കുട്ടിൻ്റെ പേരും കൂടി എഡിറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റിക്കറുകളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാരറ്റ് കേക്കും നട്ടി ബബിൾ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇത് കണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക്. ക്യാരറ്റ് കേക്ക് അതുപോലെ തന്നെ നട്ടി ബബിൾ കേക്ക് കൊടുത്തിട്ട് അവർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വോയിസ് വിട്ടായിരുന്നു കേട്ടോ കേക്ക്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കമൻറ്റും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കേക്ക് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.